ഇപ്പോൾ എനിക്കെതിരെ ഇപ്പോൾ ആരോപണം വരുന്ന ഒരു വിജിലൻസ് കേസുണ്ട്. ആ വിജിലൻസ് കേസൊക്കെ വരുന്ന ആ ഡിവിഷനിൽ ഞാൻ മത്സരിച്ച് ജയിച്ചതിന് ശേഷം അവിടെ ചെയ്ത കാര്യങ്ങളാണ്. കാരണം അവിടെ ഉണ്ടായ വിഷയങ്ങൾ, അവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ഒരു വഴിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അന്ന് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡൻറ്റ്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ ആ പ്രദേശത്തെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങൾക്കെല്ലാം ചെറുപ്പത്തിൽ മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകളെല്ലാവരും വന്നിട്ട് ആ വഴിയൊന്ന് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവിടെ ഒരുപാട് വിഷയങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞു, കൈവയ്ക്കരുത്, കൈവച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും, ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചത് എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ. നമ്മളിങ്ങനെ ഒരു റിസ്ക് കൊടുക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളായി തന്നെ നിൽക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാതെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നാൽ പരിഹരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവിടണം. അല്ലാതെ ചെയ്യാട്ടോ എന്ന് പറഞ്ഞ് നടത്തുന്ന ശീലം എനിക്കില്ല. ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഡിവിഷനിൽ എൻ്റെ ആളോട് ചോദിച്ചാൽ അവർ പറയും, ഒരു കാര്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടാവും, ഇല്ലയെന്ന് മിനിമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യില്ല. അത് അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു പ്രവർത്തന രീതി. അപ്പോൾ ഞാനിത് കമ്മിറ്റ് ചെയ്തതാണ്, റോഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആദ്യകാലത്ത് ഉണ്ടായ തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറേ ആളുകൾ ശ്രമിക്കുമ്പോൾ നമ്മളെ ചീറ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനതിൽ എൻ്റെ ഭാഗം ശരിയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. മനസ്സിലായി.